അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുർ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ വിധി എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നാം തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണം എന്നാണ് മുത്ത് റസൂൽ നമ്മെ പഠിപ്പിച്ചത്. എങ്കിൽ മാത്രമേ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തുകയുള്ളൂ. കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും മുത്തം വെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ബാലപാഠം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടുവാനും നമ്മോട് കൽപ്പിച്ചു. വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും തന്നോട് ചേർത്തു നിർത്തി. ആ പ്രവാചകന്റെ അതിരില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമല്ല, പക്ഷികളോടും മൃഗങ്ങളോടും ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒരുപോലെയായിരുന്നു. ഇങ്ങനെ സ്നേഹത്തിൻ്റെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിനു വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിച്ചു. ശത്രുക്കളെ പോലും സ്നേഹിച്ചിരുന്ന ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ നാടുകടത്തപ്പെടുകയും കല്ലേർ ഏൽക്കുകയും അന്നവും പാനീയവും നൽകാതിരിക്കുകയും ഒട്ടകത്തിൻ്റെ കുടൽമാല വരെ കഴുത്തിൽ ചാർത്തുകയും ചെയ്തു. എന്നിട്ടും തൻ്റെ ശത്രുക്കൾ ദുരിതത്തിൽ ആണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു. ഒരു പ്രാവിൻ്റെ കുഞ്ഞിനെ പോലും നോവിക്കരുതെന്ന് പഠിപ്പിച്ചു. കുരുവിയേക്കാൾ നിസാരമായ ഒരു ജീവിയെയാണ് ഒരാൾ കൊല്ലുന്നതെങ്കിൽ പോലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ സാധിച്ച ഒരു ലോക നേതാവുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഹൽക്ക് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരല്പമെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.